ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് ഇന്ന് ബുധനാഴ്ചയാണ്, തിങ്കളാഴ്ചയായിരുന്നു നമ്മുടെ GDP കണക്ക് വരുന്നത്. ആദ്യം വെള്ളിയാഴ്ച വലിയൊരു കുതിപ്പുണ്ടായി. തിങ്കൾ, ചൊവ്വ, ബുധൻ, മനസ്സിലായി, കഴിഞ്ഞ 3 സെഷൻ എത്രയാണ് നഷ്ടം ഉണ്ടായെന്നറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ? 2,75,00,000,000 നഷ്ടം. ആലോചിച്ച് നോക്ക്. ഹ്യൂജ് മണി കഴിഞ്ഞ 3 ദിവസം കൊണ്ട് പെരുപ്പിച്ച് കാണിച്ച GDP കൊണ്ട് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റേഴ്സിന് പോലും സംശയമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കപടത കാണിച്ച പൊളിഞ്ഞു പോകും. ഇതെല്ലാം പെരുപ്പിച്ച് കാണിച്ച കണക്കായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് നടക്കുന്നത്, എന്താണ് എക്കോണമി, എങ്ങനെയാണ് ഈ കമ്പനികൾ മുന്നോട്ട് പോകുന്ന, ഗവൺമെന്റ് പോളിസീസിനെ പറ്റി അറിയാം. അല്ലെങ്കിൽ 2,00,00,000,000,75,000 ആലോചിച്ച് നോക്കുക. ഇത്രയും വലിയ GDP കാണിച്ചിട്ട് ഇങ്ങനെ നഷ്ടം എങ്ങനെയാ വരുന്നത്? എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് മോദി ഗവൺമെന്റ് അധികാരത്തിൽ കയറുമ്പോൾ 63 രൂപയുണ്ടായിരുന്ന ഡോളർ ഇന്ത്യൻ കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് ക്രൂഡിന്റെ വില നിങ്ങൾക്കറിയാം, പെർ ബാരൽ എന്ന് പറയുന്നത് ഏകദേശം $100 മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, 120, 130. എന്നിട്ടും നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത് നല്ല ഇതേപോലെ ഇതിനേക്കാളും കൂടുതലായിരുന്നു. എന്നിട്ടും അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആ രീതിയിൽ അതിനെ പിടിച്ചു നിർത്തി. അന്ന് മോദി പറഞ്ഞത് ഏകദേശം $50 താഴെ കൊണ്ടുവരും, 40 കൊണ്ടുവരും. ആൾക്കാർ ഇന്ത്യ ഗവൺമെന്റ് അന്നങ്ങ് ഭയങ്കരമായിട്ട് മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ എഡ്യൂക്കേറ്റഡായ പ്രധാനമന്ത്രിയെ ശരിക്കും കളിയാക്കി. എന്നിട്ട് മോദി കൊണ്ടുവന്ന് എന്തു കൊണ്ടയാ കൊണ്ടുവന്നേ? 90 ടച്ച് ചെയ്തു. ലാസ്റ്റ് ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കറൻസി കാണിക്കുന്നത് 90.32 ഒരു ഡോളർ. CNBC, അതായത് അംബാനി റൺ ചെയ്യുന്ന ചാനൽ കാണിച്ചേക്കുന്നത് 2025 ഏറ്റവും വേഴ്സ്റ്റ് കറൻസിയാണ് ഇന്ത്യൻ കറൻസി. ഓപ്പാണ് എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ചുമ്മാ കള്ളത്തരം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു വീഴ്ച എങ്ങനെ ഉണ്ടാകും? ഇന്ത്യൻ കറൻസിക്ക് വേസ്റ്റിന്റെ പേപ്പറിനേക്കാളും വിലയില്ലാതായി മാറി. കാരണം ഞാൻ ഇന്റർനാഷണലി ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഇത് ഫർദർ അങ്ങോട്ട് താഴെ പോയി കഴിഞ്ഞാൽ എന്താകും സ്ഥിതി? ഒരൊറ്റ രാജ്യം ഇന്ത്യയുടെ കറൻസിയെ പിന്നെ അംഗീകരിക്കത്തില്ല. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അമേരിക്കൻ ടാരിഫും ഈ പ്യൂണിറ്റീവ് ടാരിഫൊക്കെ വരുന്ന സമയത്ത് ഞാൻ ശക്തമായ രീതിയിൽ വാദിച്ചൊരു കാര്യമുണ്ട്. അമേരിക്കയുമായിട്ട് പിണങ്ങി പോകരുത്, ഇന്ത്യയെ ഡീപ്പായിട്ട് ബാധിക്കും, ഇന്ത്യയിൽ എക്കണോമിക് റിസഷൻ ഉണ്ടാകും. അന്ന് തന്നെ അങ്ങ് തെറി വിളിക്കുമായിരുന്നു സംഘപരിവാർ പൊട്ടന്മാര്, വിഡ്ഢികള്. എന്തൊക്കെയാ പറഞ്ഞിവിടെ? ഇന്ത്യയുടെ എക്കോണമി കുതിച്ചുയരുന്നു, യൂറോപ്പ് മേടിക്കുന്നു, യൂറോപ്പ് താങ്ങുന്നു, മറ്റുള്ള രാജ്യത്തോട്ട് പോകുന്നു, ഇന്ത്യയുടെ എക്സ്പോർട്ട് വർദ്ധിക്കുന്നു. ഞാൻ പറഞ്ഞു ഒരു പുല്ലും ഉണ്ടാകത്തില്ല. കാരണം അമേരിക്കയെ വെറുപ്പിച്ചോണ്ട് മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഇത്രയും ഫ്ലെക്സിബിലിറ്റി അമേരിക്ക കാണിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യയെ നശിപ്പിക്കരുത്, അവർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയിലുള്ള പല വാൾമാർട്ടിൽ ഞാൻ ഇന്നലെ സംസാരിച്ച എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത്, കാരണം ഇന്ത്യൻ ഷ്രിമ്പും ചെമ്മീനും ഒക്കെ അവിടെ വേറെ റൂട്ടിൽ കൂടെ എത്തുന്നുണ്ട്. കാരണം അത് ഇന്ത്യയുടെ ജോലിയെ മറ്റുള്ളതിനൊക്കെ ബാധിക്കും. ആ സംഭവം കൂടെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എൻറൂട്ട് ചെയ്യുന്ന ഈ സംഭവം കൂടെ അമേരിക്ക അങ്ങ് നിർത്തലാക്കി ഈ കുന്ത് എവിടെ പോയി നിന്നേനെ. ഞാൻ അന്ന് പറഞ്ഞു, ഈ അമേരിക്കയുടെ ഈ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റരുത്. അവർ നിശബ്ദരായാലും പ്രശ്നമാണ്, അവർ പ്രൊആക്റ്റീവ് ആയിരിക്കണം ഇന്ത്യയോട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് വരത്തില്ല. ആൾക്കാർ നോക്കുക, ഔട്ട്ഫ്ലോ നോക്കുക, ഇവിടുന്ന് പോകുന്ന പണം.
ഒരു ഡോളർ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ ഇതിന് ഒരു ഇതൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് റുപ്പി വീക്കൻ ആവുന്നത്. എക്സ്പോർട്ട് വളരെ കുറഞ്ഞു. മനസ്സിലാക്കേണ്ടത് ഡൊമസ്റ്റിക്കിൽ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാതായി. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണിക്കുന്നത്. അവരുടെ കോൺഫിഡൻസ് ഇല്ല. കാരണം അവർക്കും വിശ്വാസമില്ല. 8.2 എന്ന് പറഞ്ഞ GDP കള്ളത്തരവാന്ന് ഇപ്പം എല്ലാവർക്കും പിടികിട്ടി. അല്ലെങ്കിൽ ഇതേപോലെ പൊളിഞ്ഞ് ഇന്ത്യൻ കറൻസി ഇത്രമാത്രം താഴെ എങ്ങനെ പോകും? അതാണ് സെഞ്ചുറി അടിക്കാൻ സമയമായി. അതായത് വിഡ്ഢിത്തരവും കള്ളത്തരവും ഒക്കെ പറയുന്നതിനൊക്കെ പരിധിയുണ്ട്. ഈ പറഞ്ഞിട്ട് എത്ര നാളായി? 2 മാസം മുമ്പ് പറഞ്ഞ എന്തൊക്കെയായിരുന്നു? പല കേരളത്തിലെ മലയാളി യൂട്യൂബേഴ്സും സാറ്റലൈറ്റ് ചാനലൊക്കെ വായി തോന്നുന്നൊക്കെ വെച്ചങ്ങനത്തി കൊടുത്തു. ഇന്ത്യൻ കറൻസി സ്ട്രെങ്ത് ആകുന്നു, അതാകുന്നു, ഇതാകുന്നു, സ്ട്രോങ് ആവുന്നു, ഇന്ത്യൻ എക്സ്പോർട്ട് 1000 മടങ്ങ് വർദ്ധിക്കുക. ഞാൻ ഒരു കുന്തം ഉണ്ടാവത്തില്ല. നോക്കുക, ഒരു കുന്തം ഉണ്ടായില്ല. ചൈന മേടിക്കുന്നു, റഷ്യ മേടിക്കുന്നു, അവർ മേടിക്കുന്നു, ഇവർ മേടിക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ മേടിക്കുന്നു. അതായത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് സെറ്റ് ബാക്കാണ്. മോദി ഗവൺമെന്റിന്റെ ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജിക് എക്കോണമിക് സെറ്റ് ബാക്കാണ് ഈ സംഭവം ഇത്രമാത്രം താഴെ പോയത്. ഇൻഫ്ലേഷനും കൂടെ ഉണ്ടായി. ഇത് ഉറപ്പായിട്ട് ഇൻഫ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞ് ഈ സാധനങ്ങളുടെയും ഓയിലിൻ്റെയും മറ്റു വിലയൊക്കെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് താങ്ങാൻ പറ്റുമോ? അതായത് കംപ്ലീറ്റ് ഒരു ഫ്ലോപ്പായി മാറി. ചുമ്മാ തള്ളൽ മാത്രമേ ഉള്ളൂ. ഗവൺമെന്റിന്റെ മറ്റുള്ള ഡാറ്റകളെല്ലാം അതേപോലെ ഇരിക്കുക. എംപ്ലോയ്മെന്റ് ഡിക്ലൈൻ ചെയ്തു. ഗ്രോത്ത്, അതായത് മറ്റുള്ള അൺഓർഗനൈസ്ഡ് സെക്ടർ, അതിനകത്ത് മുഴുവൻ കള്ളത്തരം ഡാറ്റ അങ്ങ് അടിച്ചു കയറ്റി. അതായത് നിങ്ങൾക്ക് എത്രമാത്രം തള്ളി നിൽക്കാൻ പറ്റും? തള്ളി എവിടെ പോയി നിൽക്കും? ഇത് അവസാനം എല്ലാം കൂടെ ചീട്ട് കൊട്ടാരം പൊളിഞ്ഞു പോകും. എങ്ങനെയാണ് മോദി ഇന്റർനാഷണലി ഇത്ര വെൽ നോൺ വിശ്വഗുരു ആയിരുന്ന സംഭവം അമേരിക്കയായിട്ട് ഉടക്കി പൊണിറ്റീവ് ടാരിഫ് ട്രംപുമായിട്ട് തെറ്റി ഇതാ കിടക്കാൻ താഴെ എല്ലാം കൂടെ പുല്ല്. അതേപോലെ ഇന്ത്യൻ എക്കോണമി ഉണ്ടാകുന്നതിന് മുമ്പ് ഗവൺമെന്റ് ഇടപെടണം. ഈ റഷ്യയുടെ ഈ സംഭവത്തിന്റെ പോകേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. കാരണം ഇത് ഉണ്ടായ സമയത്ത് തന്നെ മറ്റുള്ള അമേരിക്കയോട് യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞപ്പോഴേ സെറ്റിൽ ചെയ്യണം. കാലയെ പിടിച്ചോ, ഞങ്ങൾ ഇത് നിർത്തിയേക്കാം, ഞങ്ങൾക്ക് സമയം തരണം. അതല്ല, ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, ഞങ്ങൾ കുന്തം ചെയ്യും. പെട്ടെന്ന് ചൈനയെ കെട്ടിപ്പിടിക്കാൻ പോയി, റഷ്യ കെട്ടിപ്പിടിക്കാൻ പോയി. ഇതൊന്നും ഈ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളെ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? പിന്നെ നിങ്ങളുമായിട്ട് ട്രേഡ് നടത്തുന്നതും ബിസിനസ് നടത്തുന്നതും എല്ലാം ഈ രാജ്യങ്ങൾ. അല്ലാതെ എവിടെയാണ് ചൈനയും റഷ്യയുള്ളത്? ചൈനയും റഷ്യയും മാക്സിമം ഇങ്ങോട്ട് അയക്കുക. നോക്കുക, ചൈനയുടെ ഇമ്പോർട്ട് ഇന്ത്യയുടെ ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. ഇന്ത്യയുടെ ഇമ്പോർട്ട് ഭയങ്കരമാവുന്ന എക്സ്പോർട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു. ഇതാണ് പ്രശ്നം. അതാണ് ഞാൻ പറയുന്നൊരു വാക്കുകൂടെ പറയും, എഡ്യൂക്കേഷൻ മാറ്റേഴ്സ്. പലതിനും മറ്റേ ഫ്രാങ്ക്ലിൻ ഗ്രഹാമും മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ ബോധത്തോടെ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ. എങ്ങനെ ചെയ്യണം? അല്ലാതെ എടുത്തു ചാടി അത് ചെയ്തു ഇത് ചെയ്തു അവസാനം വിശ്വഗുരുവായി. അവസാനം എക്കോണമി കുരുവിനേക്കാളും കഷ്ടമായ രൂപത്തിൽ ഇന്ത്യൻ കറൻസിയുടെ പോക്ക് കണ്ടു. ഇത് എവിടെ കൊണ്ട് തിരിച്ചു പിടിക്കും? ഒരു ക്രാപ്പ് പോയി. എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? ഇനി അമേരിക്കയുമായിട്ട് ആ പഴയ ബന്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, കൃത്യമായിട്ട് പറയാം. അതേപോലെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട പല മാർക്കറ്റുകളുണ്ട് എക്സ്പോർട്ടിൽ. അവിടെയൊക്കെ ചൈന അഗ്രസീവായിട്ട് അങ്ങ് കയറി മറ്റുള്ള രാജ്യങ്ങൾ. അതേപോലെ ഒരിക്കലും ചാൻസ് കൊടുക്കരുത്. അവിടെ അഗ്രസീവായിട്ട് കയറി ഇന്ത്യൻ പ്രോഡക്റ്റിനേക്കാളും വില കുറച്ച്. അതായത് ഞാൻ പറയാം, സാബു ജേക്കബിന്റെ വാൾമാർട്ടിൽ പോകുന്ന ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ് അതിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് പ്രോഡക്റ്റ് വന്നു. വിയറ്റ്നാമിൽ നിന്ന് വന്നു, ബംഗ്ലാദേശിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കയറി വന്നു. ഈ സാബു ജേക്കബ് ഈ സംഭവങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ 16-12% അല്ലെങ്കിൽ 17% കഴിഞ്ഞാൽ വീണ്ടും താഴെ പോവുക. ഇത് എവിടെയും കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല.
അതായത് എംപ്ലോയ്മെൻറ്റ്. ഈ പല എക്സ്പോർട്ടേഴ്സും ദുബായിലോട്ടും വിയറ്റ്നാമിലോട്ടും ഇഷ്ടം പോലെ പേരങ്ങ് പോവുക. കാരണം എല്ലാവർക്കും പിടികിട്ടി ഇന്ത്യയിൽ ഇനി ഈ പറയുന്ന പോലെ സംഭവം ശരിയാകാൻ പോകുന്നില്ല. പല ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ഇന്ത്യ അമേരിക്ക ബന്ധം പഴയ പോലെ ആവുകയില്ല. ഇന്ത്യ അമേരിക്ക ബന്ധം പഴയ പോലെ ആവുകയില്ല എങ്കിൽ ഇന്ത്യയും യൂറോപ്പുമായിട്ടുള്ള ബന്ധവും പഴയ പോലെ ആവുകയില്ല. ഇത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മറ്റേ ഈ കാണിച്ചേക്കുന്ന എല്ലാം കള്ളത്തരമായ ഫിഗറുകളാണ്. ഗ്ലോബലായിട്ട് 4ാമത്തെ എക്കോണമി, ഇപ്പോൾ 1ാമത്തെ എക്കോണമി ആകുന്നു. അതേപോലെ പവർ ഇൻഡെക്സിൽ 1ാമത്, ഇന്ത്യ ലോകത്തിലെ എയർഫോഴ്സിലെ, ഇത് ചുമ്മാ കള്ളത്തരമായി ഇത് മുഴുവനും. ഡിഫൻസിനെ പറ്റി ഒരുവിധം അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യയുടെ എയർഫോഴ്സ് ഏത് പൊസിഷനിലാണെന്നും അറിയാം. ഓപ്പറേഷൻ സിന്ധു എന്താണെന്നും അറിയാം. അതിൻ്റെ അത് പാളിച്ചുണ്ടായി. അപ്പം നമുക്ക് തെറ്റുണ്ടായി തെറ്റ് തിരുത്തുക. പവർ ഇൻഡെക്സ്, എന്ത് പവർ ഇൻഡെക്സാ? ഇന്ന് ഞാൻ ബീഹാറിൻ്റെ പെർ ക്യാപിറ്റ 2000 രൂപയാണ്. പല സ്റ്റേറ്റുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി, അത്രയേ ഉള്ളൂ പെർ ഇയർ. അവിടുന്ന് 1ാം സ്ഥാനത്തിലോട്ട് വരുന്നു. നിങ്ങൾ ഇന്ത്യയും നേപ്പാളും, നാളെ നേപ്പാൾ പറയുക ഇന്ത്യൻ എക്കോണമിയെ തോൽപ്പിക്കുക. അതേപോലെയാണ് ഇന്ത്യ പറയുന്ന അമേരിക്കയെ ഞങ്ങൾ തോൽപ്പിക്കുമെന്ന്. അത്രയും അങ്ങ് സാധാരണ ആൾക്കാർ മനസ്സിലാക്കിയ സിമ്പിൾ കമ്പാരിസണാണ്. നേപ്പാളിൽ ഇന്ത്യയെ തകർക്കാൻ പറ്റൂ. നേപ്പാൾ ആഹാരം കഴിക്കണേ പോലും ഇന്ത്യ വന്ന് ജോലി ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇന്ത്യക്കാർ അമേരിക്കയിലും ലോക പല രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത്. അതങ്ങ് തലയ്ക്കകത്ത് ഇടുക. ഈ തള്ളും കിള്ളും ഒക്കെ വിശ്വഗുരുവും ഗുരുവൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. അത് ഗ്രോയിങ് എക്കോണമിയാണ്, ഡെവലപ്ഡ് അല്ല. പക്ഷെ പവർഫുൾ എക്കോണമിയാണ്. പക്ഷെ അതിനെ മാറ്റിയെടുക്കണം. അതിന് ഞാനെല്ലാം ആയി തുടങ്ങിയപ്പോഴേ എന്ന് പറഞ്ഞാൽ തകർന്നു പോകും. സ്റ്റോക്ക് മാർക്കറ്റാണ് ഏറ്റവും നല്ല സൂചിക. അതിൻ്റെ അകത്തുനിന്ന് കറക്റ്റായിട്ട് പാഠങ്ങൾ കിട്ടും. ഇതെല്ലാം തെറ്റ് തിരുത്തി പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തദൈവയാണ്. അതിനാണ്ട് ഒരു കാര്യം പറയാം, ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം മോദിയുടെയും ഇന്ത്യയുടെയും കഷ്ടകാലമാണ്. എലക്ഷനൊക്കെ ജയിച്ചു ഇന്ത്യയിൽ. ഗ്ലോബലായിട്ടും ഇന്ത്യൻ എക്കോണമി ആണെങ്കിലും ഡൊമസ്റ്റിക് എക്കോണമി ആണെങ്കിലും ഇന്ത്യയുടെ പോക്ക് ശരിയല്ല. ഇന്ത്യ പഴയ രീതിയിലോട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇത് തദൈവയാണ്. ഈ തള്ളു മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ട് റിയാലിറ്റി വന്നു കഴിയുമ്പം കാര്യങ്ങൾ പിടികിട്ടും. ഗ്രൗണ്ട് റിയാലിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ട്രെയിൻഡ് എക്കോണമിസ്റ്റ് ഒന്നുമല്ല. യൂട്യൂബിൽ തള്ളുന്ന പോലെ സംഭവം എനിക്ക് തള്ളാൻ വയ്യ. ഞാൻ അറിയുന്ന കാര്യം പലയിടത്തും റിപ്പോർട്ടും പല ആൾക്കാരോട് സംസാരിച്ച ശേഷം പറയാണ്, ഇന്ത്യയുടെ ഈ പോക്ക് എക്കോണമി ആണെങ്കിലും ഗ്ലോബലായിട്ടുള്ള പെർസെപ്ഷൻ ആണെങ്കിലും മറ്റ് രാജ്യങ്ങളോട് അമേരിക്കയോട് അടിച്ചുകൊണ്ട് പോകാൻ ഇന്ത്യക്ക് പറ്റില്ല. ഈ രീതിയിൽ ഇന്ത്യ പോവുകയാണെങ്കിൽ മോദിയുടെ അധോഗതിയാണ്, ഇന്ത്യയുടെ ഗതിയും അധോഗതി തന്നെ.